പത്തനംതിട്ട ജില്ലയിലോ സമീപ പ്രദേശത്തോ വിമാനത്താവളം വരുന്നതിനോട് ഞങ്ങൾക്ക് യാതൊരു വിയോജിപ്പുമില്ല. ആറന്മുളയിൽ നേരത്തെ വിമാനത്താവളത്തിൻ്റെ പ്രപ്പോസൽ ഉണ്ടായിരുന്നു. എന്നാൽ അന്ന് വലിയ പാരിസ്ഥിതിക പ്രശ്നങ്ങളുണ്ടാകും എന്ന് കണ്ടെത്തിയതിനെ തുടർന്നാണ് ആറന്മുളയിൽ നെൽവയൽ നികത്തി വിമാനത്താവളം നിർമ്മിക്കുന്നതിനോട് ഏതാണ്ട് മിക്ക രാഷ്ട്രീയ പാർട്ടികളും CPM അടക്കം എതിർത്തത്. പ്രത്യേകിച്ചും ഏതാണ്ട് 2000-ഓളം ഏക്കർ നെൽവയൽ നികത്തി കഴിയുമ്പോൾ അവിടെ ഉണ്ടാവുന്ന ഒരു പാരിസ്ഥിതിക പ്രശ്നം അത് ആ സമീപ പ്രദേശത്തിന് താങ്ങാൻ കഴിയുന്നതായിരിക്കത്തില്ല. അത്രയും പ്രദേശത്ത് പ്രത്യേകിച്ച് വെള്ളപ്പൊക്ക കാലഘട്ടങ്ങളിൽ വെള്ളം സംഭരിച്ച് നിർത്തേണ്ട വലിയ ഒരു പ്രദേശമാണത്. അത്രയും പ്രദേശം മണ്ണിട്ട് നികത്തി കഴിയുമ്പോൾ സ്വാഭാവികമായും അവിടെ ഉണ്ടാകുന്ന ഒരു പാരിസ്ഥിതിക പ്രശ്നത്തിൻ്റെ ഒരു ഇമ്പാക്റ്റ് സ്റ്റഡി അത് നടത്തി കഴിയുമ്പോഴാണ് അതിൻ്റെ ആഘാതം എത്രമാത്രം വലുതായിരിക്കും എന്ന് പറയാൻ വേണ്ടി കഴിയുക. അപ്പോൾ അതുകൊണ്ടാണ് ജില്ലയുടെ അതിർത്തിയോട് ചേർന്ന് ഉള്ള ചെറുവള്ളിയിൽ വിമാനത്താവളം വേണം എന്നുള്ള ഒരു സബ്മിഷൻ നേരത്തെ 2016 ഞാൻ നിയമസഭയിൽ അവതരിപ്പിച്ചത്. അതിൻ്റെ ഭൂമി സംബന്ധമായ തർക്കങ്ങൾ അതേണ്ട് കേസിൻ്റെ അന്തിമഘട്ടത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. ഗവൺമെൻറ് ഇടപെട്ടാൽ സിവിൽ പ്രശ്നങ്ങളെല്ലാം നിസ്സാരമായി കൈകാര്യം ചെയ്യാൻ കഴിയും. മാത്രവുമല്ല അതിൻ്റെ പ്രാഥമിക സർവേകൾ എല്ലാം പൂർത്തിയായി സ്ഥലം ഏറ്റെടുക്കുന്ന നടപടികൾ അന്തിമഘട്ടത്തിലാണ്. പുതുതായിട്ട് വേണ്ട സ്ഥലങ്ങൾ ആറന്മുളയിലെ പോലെ ഒരു കുടിയൊഴിപ്പിക്കൽ അവിടെ ആവശ്യമില്ല. പാരിസ്ഥിതിക പ്രശ്നങ്ങൾ ഒന്നു തന്നെ ഉണ്ടാവുന്നൊരു സ്ഥലമല്ല. ഇപ്പോൾ ഏതാണ്ട് മിക്ക അനുമതികളും പ്രതിരോധ മന്ത്രാലയത്തിൻ്റെ കേന്ദ്ര അനുമതി വരെ ലഭിച്ച തൊട്ടടുത്തുള്ള ചെറുവള്ളി വിമാനത്താവളം നിർമ്മിക്കുകയാണെങ്കിൽ സ്വാഭാവികമായും ഈ ആറന്മുളയിലെ നെൽവയൽ നികത്തി ഉള്ള വിമാനത്താവള നിർമ്മാണത്തിനുണ്ടാകുന്ന എതിർപ്പ് സ്വാഭാവികമായും അവിടെ ഉണ്ടാവത്തുമില്ല. അപ്പോൾ ആ നിലയിൽ ഗവൺമെൻറ് തീരുമാനമെടുക്കും എന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. ആറന്മുളയിൽ പാരിസ്ഥിതിക പ്രശ്നം ഗുരുതരമായി വരുന്നത് കൊണ്ടാണ് അവിടെ ദീർഘനാൾ നാട്ടുകാരുടെ നേതൃത്വത്തിൽ അവിടെ സമരം നടന്നത്. സ്വാഭാവികമായും അവിടെ തന്നെ വിമാനത്താവളം വരും എന്ന ഒരു നീക്കമാണെന്നുണ്ടെങ്കിൽ നാട്ടുകാരുടെ പ്രതിഷേധം സ്വാഭാവികമായിട്ടും ഉണ്ടാവും. തീർച്ചയായിട്ടും ഞങ്ങൾ ആറന്മുള നിർദ്ദിഷ്ട സ്ഥലത്ത് വിമാനത്താവളം നിർമ്മിക്കുന്നതിൽ CPM നിലപാട് സ്വീകരിച്ചിട്ടുണ്ട്. ഇടതുപക്ഷ മുന്നണി നിലപാട് സ്വീകരിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ മറ്റ് പല രാഷ്ട്രീയ പാർട്ടികളും നിലപാട് സ്വീകരിച്ചിട്ടുണ്ട്. ആ നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കും. അതിനെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയില്ല. ഇപ്പോൾ ഡ്രോൺ സർവേ അവിടെ നടത്തി എന്ന് ഉള്ള വിവരം മാത്രമേ നമുക്കുള്ളൂ. അതിനകത്ത് ഗവൺമെൻറ്റിൻ്റെയോ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെയോ അല്ലെങ്കിൽ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയുടെയോ കേരള സർക്കാരിൻ്റെയോ ഒരു പുതിയ തീരുമാനം വന്ന വിവരം ഇതുവരെ നമുക്ക് ലഭിച്ചിട്ടില്ല.